ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ പുതിയൊരു ഡേ മൈ ലൈഫാണെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇനി മുതൽ മുടങ്ങാതെ നിങ്ങൾക്ക് എന്നും ഒരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായത് കാരണം നമുക്ക് കുറച്ച് വീഡിയോ ഇടാനായിട്ടോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ വന്നു പോയി. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതാ നമ്മൾ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ പുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി കുറേശ്ശെ ആ പുട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മാവും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെയൊക്കെ ഉണ്ടാക്കണം. അപ്പം എല്ലാവരും എന്നെ മറന്നു കാണില്ലെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് പരമാവധി കാണാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് തുടർന്ന് ജീവിക്കാനായാലും എനിക്ക് മുന്നോട്ട് പോകാനായാലും പറ്റുകയുള്ളൂ. അപ്പോൾ അതാ നമ്മളിതാ രാവിലെ കുറച്ച് പുട്ട് ബാക്കി വന്നതും കൂടെയൊക്കെ കുറേശ്ശേ കൂടെ അവിക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചായയൊക്കെ നല്ലതുപോലെ ഇവിടെ കിടന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചായ ഇപ്പം ഏകദേശം ചായയൊക്കെ സെറ്റായി കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ വന്നു, പുറത്ത് വന്നു അരി വാർത്തിടണം കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലെ ജോലി എളുപ്പം നമുക്ക് തീർക്കാനായിട്ട് പറ്റുന്നൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ കാപ്പിയുടെ കാര്യം നോക്കുമ്പോൾ തന്നെ അരിയും കൂടെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് എളുപ്പമാവും, പിന്നെ കറി വലിയ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടിപ്പല്ല കേട്ടോ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു തരുന്ന ടിപ്പും പലർക്കും അറിയാൻ പറ്റും, എങ്കിലും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ടിപ്പ് പറഞ്ഞു തരാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് ഇനി മുതൽ എല്ലാ ദിവസവും ഒരു 7 മണിയാകുമ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ ചാനലിലെ വീഡിയോ ഇടുമ്പോൾ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും 7 മണിക്കാകുമ്പം ഒരു ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്നെ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ ഇപ്പോൾ അരിയൊക്കെ ഇങ്ങനെ ഏകദേശം വാർത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ഈ അരി വാർക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കഞ്ഞിവെള്ളമൊന്നും കുടിക്കാറില്ല. ചില വീടുകളിൽ കഞ്ഞിവെള്ളം കുടിക്കും, ഇവിടെ ഉള്ളവർക്ക് കഞ്ഞിവെള്ളം വേണ്ട, അവർ കൂടുതലും ചൂടുവെള്ളം തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ചിലപ്പോൾ കളയാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഈ കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് കളയുമ്പോൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് കഞ്ഞിവെള്ളം നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നൊന്നും ഈ ഒരു ഐഡിയ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങനെ കളയുമായിരുന്നു, ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ ചേട്ടൻ്റെ അമ്മ തന്നെ ഒരു ഐഡിയ അവർ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലായിരുന്നു, ഇപ്പം അവർ നമ്മളെ കൂടെയാണ്. അവർ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പം ഈ കൊച്ചു പുല്ലുകളൊക്കെ ഉണ്ടല്ലോ, ആ പുല്ലുകൾ നമ്മളെ മുറ്റത്ത് ഇങ്ങനെ കിളിർത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് കൈകൊണ്ട് പറിക്കാനോ അല്ലെങ്കിൽ ചെത്തി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളിത് കണക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതൊരു ഏകദേശം കരിഞ്ഞു പോകും കേട്ടോ. വേണ്ട ഇതേപോലെ ഇങ്ങനെ കരിഞ്ഞു ഉണങ്ങിപ്പോൾ. അപ്പം നമുക്ക് എന്ത് ഈസിയാണ്, പെട്ടെന്ന് പുല്ല് പറിക്കുകയും വേണ്ട, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നമ്മൾ എന്തായാലും ഈ കഞ്ഞിവെള്ളം എന്തായാലും നമ്മൾ കളയും, വേസ്റ്റായിട്ട് കളയും. അപ്പോൾ നമുക്കതൊരു ഉപകാരപ്പെടുകയും ചെയ്യും. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടിപ്പ് ചിലപ്പോൾ പലർക്കും ടിപ്പ് അറിയായിരിക്കും, എങ്കിലും എനിക്ക് അറിയാവുന്നതുകൊണ്ട് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഇവിടെ ചക്ക അടക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ അമ്മയും അച്ഛനും കൂടെയൊക്കെയാണ് അടക്കുന്നത്. അപ്പോൾ അവർ അവിടെ ചക്ക അടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ മുകളിൽ പുട്ടും കറമ്പും കൂടെ മുകളിൽ മോട്ടർ വെള്ളമല്ലേ കേട്ടോ. അപ്പം ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പോയാണ്. അപ്പോൾ രാവിലെ 5 മണിയായപ്പോൾ ഇവിടെ കറണ്ട് പോയി. അപ്പം നമുക്ക് കറണ്ടില്ലാത്തതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം വെള്ളം കുറണമെങ്കിൽ ഇനി മുകളിലോട്ട് വരണം. അപ്പോൾ അവിടെ ചക്ക അടക്കുന്ന കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് നോക്കിയപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ ചക്ക സെറ്റായില്ല. അപ്പോൾ അവിടെ നിന്നൊരു കമ്പ് ഇങ്ങനെ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടാമത് ഇനിയിപ്പം ഒന്നും കൂടി നോക്കണം കേട്ടോ. ചക്ക ഒന്ന് നോക്കണം, ഒരു ചക്ക വീണാലേ നമുക്കത് കറി വയ്ക്കാനൊക്കെ എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇന്ന് ചക്കക്കറി കൂട്ടി ചോറുന്നാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചക്കയൊക്കെ ഇതാ അടത്തു. അത് കഴിഞ്ഞതാ ഇവിടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ രാവിലെ കാപ്പിയൂടി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പണി ഇതാണ് കേട്ടോ, അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഇന്ന് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളിനിയിപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്.
എങ്കിലും ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളമെങ്കിലും, അപ്പോൾ മുകളിൽ കയറി ഇങ്ങനെ കുട്ടും കറങ്ങി നോക്കിയപ്പോൾ വെള്ളം ഇങ്ങനെ കിട്ടുന്നുണ്ട്. മുകളിൽ കുറച്ച് ടാങ്കിൽ കുറച്ച് ഹാഫ് വെള്ളം അടുപ്പിച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിയും, അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ കുറച്ച് വെള്ളം ഇരുന്നതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ നല്ല വെള്ളം വെച്ച് ഒന്ന് നല്ലോണം കഴുകി വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഇങ്ങനെ നമ്മളെ ജോലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഞാൻ വിചാരിക്കുന്നു രാവിലെ തൊട്ടോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ട് മുതലുള്ള വീഡിയോ അങ്ങനെ എല്ലാ ദിവസവും കുഞ്ഞൊരു ഡേ മൈ ലൈഫ് ഇടാമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ഡേ മൈ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ഒന്ന് ഇടാനായിട്ട് മറക്കരുത്. നമ്മൾ ഒരു സാധാരണ രീതിയിലുള്ളൊരു ജീവിതമാണ് നമ്മൾ പോകുന്നതും. അപ്പോൾ ഒരു നാട്ടിൻപുറത്തെ രീതിയിലുള്ള ഡേ മൈ ലൈഫ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. നമ്മളും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ കൊച്ചൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാമെന്ന് കരുതുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കൊഴിയാളം മീൻ എന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് അതിൻ്റെ തലയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ മീനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 4 കൊഴിയാള ആണ്. അപ്പോൾ അത് നമ്മളിതാ കണ്ടിച്ചൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് കറിക്ക് ആക്കും. അപ്പോൾ നമുക്ക് ഇത് മതി കേട്ടോ. നമ്മൾ വൈകുന്നേരം ചപ്പാത്തിയാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തേക്ക് ഇത് തന്നെ ധാരാളം. അത് കഴിഞ്ഞ് ഇതാ ചക്ക ഇങ്ങനെ അരിയണം കേട്ടോ. നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി വെച്ചിട്ടും നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനെ കറമ്പിക്കുട്ടി ഇവിടെ എന്ന് പറയുന്നത് വറക്കണമെന്ന്, അപ്പോൾ വറക്കാനായിട്ടൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മളിത് അരിഞ്ഞ് കൂട്ടാൻ വയ്ക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് അരിയണം. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ചോറ് കഴിക്കാനായിട്ടൊക്കെ പോവേണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ചക്കയും മീൻകറിയും തോരനൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം.